ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മത്സര പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നതും എന്നാൽ ഓപ്ഷൻ കാണുമ്പോൾ സംശയമുണ്ടാക്കുന്നതുമായ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. വരാനിരിക്കുന്ന PSC പരീക്ഷ എഴുതുന്ന എല്ലാവരും ഇന്നത്തെ ഈ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ INC-യുടെ അധ്യക്ഷ പദവിയിലെത്തിയ കുറച്ച് വ്യക്തികളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. INC-യുടെ അധ്യക്ഷനായ ആദ്യ വ്യക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് WC ബാനർജിയാണ്. എന്നാൽ INC-യുടെ അധ്യക്ഷനായ ആദ്യ വിദേശി ജോർജ് യൂളാണ്. INC-യുടെ അധ്യക്ഷനായ ആദ്യ മലയാളി സർ C ശങ്കരൻ നായരാണ്. അങ്ങനെയാണെങ്കിൽ INC-യുടെ അധ്യക്ഷനായ ആദ്യ വനിത ആനി ബസന്റും അധ്യക്ഷനായ ആദ്യ ഇന്ത്യൻ വനിത INC-യുടെ അധ്യക്ഷനായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡുവാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. എന്നാൽ ജാതിയില്ല, മതമില്ല, ദൈവമില്ല മനുഷ്യന് എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ്. ഇത് തമ്മിൽ കാണുമ്പോൾ നമുക്ക് തെറ്റിപ്പോകാൻ വളരെയധികം സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് മനഃപ്പാഠമാക്കി വെക്കുക. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. എന്നാൽ ഗാന്ധിജിയുടെ ആത്മീയ ഗുരു എന്നറിയപ്പെടുന്നത് ലിയോ ടോൾസ്റ്റോയിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. എന്നാൽ ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. നമ്മൾ ശ്രദ്ധിക്കാതെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോകാൻ വളരെയധികം സാധ്യതയുണ്ട്. ഇനി നമ്മൾ മറ്റു കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കഴ്സൺ പ്രഭുവാണ്. എന്നാൽ ബംഗാൾ വിഭജനം റദ്ദു ചെയ്തതാരാണ്? ഹർഡിഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ ഹർഡിഞ്ച് പ്രഭുവാണ്. ഇനി രണ്ട് വിശേഷണങ്ങളാണ്. ദേശബന്ധു എന്നറിയപ്പെടുന്നത് CR ദാസ് ആണ്. എന്നാൽ ദീനബന്ധു എന്നറിയപ്പെടുന്നത് CF ആൻഡ്രൂസ് ആണ്. ഗാന്ധിജിയോടൊപ്പം ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 78ആണ്. എന്നാൽ INC-യുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 72ആണ്. ഈ രണ്ട് നമ്പേഴ്സും നമ്മൾ കൃത്യമായിട്ട് നോക്കി വെക്കുക. ഇത് പരീക്ഷകളിലൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഇനി വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടത് ആരാണ്? ഡിലനോയിയാണ്. എന്നാൽ വലിയ ദിവാൻജി എന്നറിയപ്പെട്ടത് രാജ കേശവദാസാണ്. ഇനി 2 വർഷങ്ങളാണ് നോക്കാൻ പോകുന്നത്. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1891. എന്നാൽ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1896ആണ്. ഇത് രണ്ടും നമുക്ക് മാറിപ്പോകാൻ സാധ്യതയുള്ളതാണ്. വഞ്ചി ഭൂപതി എന്നറിയപ്പെട്ടത് തിരുവിതാംകൂർ രാജാക്കന്മാരാണ്. വഞ്ചീയ മംഗളം എന്നറിയപ്പെട്ടത് തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനത്തെയാണ്. അടുത്തത് ആത്മകഥകളെക്കുറിച്ചാണ്. 2 വ്യക്തികളുടെ ആത്മകഥയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ജീവിത സമരം എന്നത് C കേശവൻ്റെ ആത്മകഥയാണ്. ജീവിതം ഒരു സമരം എന്നത് അക്കാമ ചെറിയൻ്റെ ആത്മകഥയുമാണ്. അടുത്തത് ഇന്ത്യയെക്കുറിച്ചാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റം അറിയപ്പെടുന്നത് ഇന്ദിരാ പോയിൻ്റ് എന്നാണ്. എന്നാൽ ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാ കോൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി കുറച്ച് നിയമങ്ങളും കുറച്ച് ഭൂനികുതികളെക്കുറിച്ചുള്ള കാര്യമാണ്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ്? ഡൽഹൌസിയാണ്. എന്നാൽ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭുവാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പാക്കിയത് കോൺവാലിസ് പ്രഭുവാണ്. അപ്പോൾ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി, സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കോൺവാലിസ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ ഓസ്ബോൺ ആർക്കർ സ്മിത്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് CD ദേശ്മുഖാണ്. ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് മഹാത്മാഗാന്ധിയാണ്. എന്നാൽ പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. രാഷ്ട്രപതി ഭരണം ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനം പഞ്ചാബാണ്. ഭരണഘടനയുടെ 356 വകുപ്പ് ഉപയോഗിച്ച് രാഷ്ട്രപതി ഭരണത്തിലായ ആദ്യ സംസ്ഥാനം കേരളമാണ്. അപ്പോൾ രാഷ്ട്രപതി ഭരണം ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചാബ് എഴുതണം. എന്നാൽ ഭരണഘടനയുടെ 356 വകുപ്പ് ഉപയോഗിച്ച് രാഷ്ട്രപതി ഭരണത്തിലായ ആദ്യ സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ്.
കേരളത്തിലൂടെ ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. അപ്പോൾ നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. കേരളത്തിലൂടെ ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാരതപ്പുഴയാണ്. എന്നാൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരിയാറാണ്. ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്നത് മണിപ്പൂർ എന്നും ഇന്ത്യയുടെ കൊഹിനൂർ എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശിനെയാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഓക്സിജനാണ്. എന്നാൽ മനുഷ്യ ശരീരത്തിൽ കൂടുതലുള്ള ലോഹമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽസ്യമാണ് ഉത്തരം. ഇനി 2 ഡേറ്റുകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ദേശീയ യുവജന ദിനം എന്നറിയപ്പെടുന്നത് ജനുവരി 12-ഉം ലോക യുവജന ദിനം എന്നറിയപ്പെടുന്നത് ഓഗസ്റ്റ് 12-ഉമാണ്. 1924 സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. 1931 യാചനായാത്ര നയിച്ചത് ആരാണ്? വി.ടി. ഭട്ടതിരിപ്പാടാണ്. അങ്ങനെയാണെങ്കിൽ 1936 പട്ടിണിജാഥ നയിച്ചത് എ.കെ. ഗോപാലനാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകും. നമ്മളെപ്പോഴും ഓർമ്മയിൽ വെക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.